ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്സ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിത്ത് ആൻസർ കീ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വാർഷിക പരീക്ഷയായി, മാർച്ചിലെ വാർഷിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉപകാരപ്പെടുന്ന മാത്സിൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിൻ്റെ ആൻസേഴ്സ് എഴുതി നോക്കുക, ശേഷം മാത്രം ആൻസർ നോക്കുക കേട്ടോ. നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നെയായിരിക്കും പറയുക. അപ്പോൾ നോക്കാം നമുക്ക്. ക്ലാസ് 2 മാത്സ് ആനുവൽ എക്സാം ചാലഞ്ചാണ്, മോഡൽ പേപ്പർ വിത്ത് ആൻസർ കീ. അപ്പം നിങ്ങൾ മാക്സിമം ഇത് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഏകദേശം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. അപ്പം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ ആക്ടിവിറ്റീസ് ആയിട്ടാണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി 1 കൗണ്ട് ആൻഡ് റൈറ്റ്, എണ്ണി എഴുതുക കേട്ടോ. മലയാളത്തിൽ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ മലയാളം കൂടി പറയുന്നുണ്ട്. മലയാളം മീഡിയം കുട്ടികൾക്കും കൂടി ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. കൗണ്ട് ആൻഡ് റൈറ്റ് എന്താണ്? എണ്ണി എഴുതുക എന്നുള്ളതാണ് മലയാളം. കൗണ്ട് ദ ഷേപ്സ് ആൻഡ് കളർ ദ ഷേപ്സ്, അതായത് തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒരുപാട് രൂപങ്ങളുണ്ട്. ഓരോ രൂപങ്ങളും എണ്ണുക, എന്നിട്ട് ഓരോ രൂപങ്ങൾക്കും കളർ കൊടുക്കുക. ഒരേ രൂപങ്ങൾക്ക് ഒരേ കളർ കേട്ടോ, സെയിം രൂപങ്ങൾക്ക് സെയിം കളർ കൊടുക്കുക. അപ്പം നമുക്ക് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ എന്താണ്? റെക്റ്റാങ്കിൾ ചതുരം, ട്രയാങ്കിൾ ത്രികോണം, സർക്കിൾ വൃത്തം. അപ്പം റെക്റ്റാങ്കിൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. റെക്റ്റാങ്കിൾ പറഞ്ഞ ഏത് ഷേപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് റെക്റ്റാങ്കിൾ ഷേപ്പ് കേട്ടോ. ഈ ഷേപ്പിൽ ഇതിൽ എത്ര എണ്ണം വരുന്നുണ്ടെന്ന് എണ്ണി നോക്കുക നിങ്ങൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 പിന്നെയോ ഇവിടെ ഉണ്ട് അല്ലേ, 30 31 32 33. അപ്പം നമുക്ക് നോക്കാം ടോട്ടൽ. നിങ്ങൾ എണ്ണി നോക്കുക എത്ര എണ്ണം വരുന്നു കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ആൻസേഴ്സ് ഓരോന്നും എണ്ണി വേണം എഴുതണമെങ്കിൽ 33 ഓളം വരും. ഇതിൽ 33 34 വരും കേട്ടോ. നിങ്ങൾ കൗണ്ട് ചെയ്തോളൂ. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി ട്രയാങ്കിൾ ആണ് കേട്ടോ. ട്രയാങ്കിൾ ഏതാണ്? ഇതാണ് ട്രയാങ്കിൾ ഷേപ്പ്. 1 2 3 4 5 പിന്നെ 6 7 8 9 10 11 12 13 13 ഉള്ളൂ. 13. അപ്പോൾ ഇവിടെ 13 എഴുതുക. ത്രികോണം. സർക്കിൾ വൃത്തമാണ്. വൃത്തം എത്ര? 1 2 3 4 5 6 7 7 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എണ്ണി നോക്കിക്കോളൂ. ഞാൻ ഏതെങ്കിലും നമ്പർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എണ്ണി എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 2 പിക്ചർ പാറ്റേൺ ആണ്. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ? നിങ്ങളോട് അടുത്ത പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും അടുത്ത ചിത്രങ്ങൾ വരയ്ക്കണം. നോക്കൂ, ഇതിൽ 1 2 ഇത് 3. അപ്പം അടുത്ത എത്ര എണ്ണം വരും? 4 എണ്ണം വരും അല്ലേ. 4 എണ്ണം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം പോയിട്ട് ഇങ്ങനെ ഈ ഷേപ്പാണ് ഇപ്പുറത്ത് വരിക കേട്ടോ. അടുത്ത് നോക്കൂ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം അടുത്ത ചിത്രം എങ്ങനെയാണ് വരിക? അടുത്ത ചിത്രം നമ്മൾ ചിത്രം വരയ്ക്കുകയാണ്. ഇതിൽ വരയ്ക്കാൻ കുറച്ച് പാടാണ്, എങ്കിലും വരച്ച് കാണിച്ചു തരാം. ഇതിൽ ഇവിടെ വന്നു, ഇവിടെ വന്നു, പിന്നെ താഴെ വന്നു. ഈ അടുത്തത് ഇവിടെ വരും കണ്ടോ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആദ്യം ഈ സൈഡിലാണ് വന്നത് അല്ലേ. ഈ സൈഡിലുണ്ട്. അടുത്ത അതായത് ഇപ്പുറത്തെ സൈഡിലും ആയി, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, മേലത്തെ സൈഡിലും ഉണ്ട്. ഇനിയിപ്പോൾ ഏത് സൈഡിലായിരിക്കും? ഈ സൈഡിലാണ് വരിക കേട്ടോ. അപ്പം നിങ്ങൾ വരയ്ക്കുക, ഇങ്ങനെ വരും. അടുത്ത് നോക്കൂ, 1 2 3 4. ആദ്യം ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇല്ലാത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തെടുത്ത് വരയ്ക്കണം. എങ്ങനെയാ വരിക ഷേപ്പ്? ഇത് ആദ്യം ഫസ്റ്റ് വന്നു, ലാസ്റ്റ് പോകണം. നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ആളെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. എനിക്കിതിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അത് ഷെയ്ഡ് ചെയ്ത ആൾ ലാസ്റ്റ് പോട്ടെ. ഇത് ലാസ്റ്റ് പോയി. ഈ സാധനത്തിനെ നമ്മൾ ലാസ്റ്റ് കൊണ്ടുപോയി. ഇനി അടുത്ത ആൾ ആരാണ്? ഇയാളാണ് അല്ലേ. ഇയാൾ ആദ്യം വരും കണ്ടോ. ഇയാൾ ആദ്യം വരും, അടുത്തത് അടുത്തടുത്ത് വരും കണ്ടോ. ഇങ്ങനെയാണ് വരിക കേട്ടോ ഷേപ്പ്. അടുത്ത് നോക്കൂ, ഇങ്ങനെ വന്നിട്ടുള്ളത്
ആദ്യം ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ ചെരിഞ്ഞു വന്നു. ഇനി വരുന്നത് നമ്മൾ നോർമലി ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക. ഇനി എങ്ങനെയായിരിക്കും വരിക? ഇതാണ് ഷേപ്പ് കേട്ടോ. ഇതിങ്ങനെ മുട്ടിച്ച് വരയ്ക്കുക കേട്ടോ, ഇങ്ങനെ. അടുത്തത് ഹൗ മെനി ഈച്ച് ആണ്. നമുക്ക് ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതണം. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഓരോന്നും എത്ര എണ്ണം നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ആദ്യത്തെ 1 2 3 4 5 6 7 8 9 10. 1 10 ആണ്. അപ്പൊ ഇതും 10 ആണ്, ഇതും 10 ആണ്, ഇതും 10 ആണ്. ഇത് എത്ര ഉണ്ട്? 2. ടോട്ടൽ എത്ര വരും? 10 + 10 + 10 + 10 40 42. ഓക്കെ, അടുത്തത് നോക്കൂ. 2 3 2 5. ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 തന്നെയാണ്. എത്ര 10 വരുന്നുണ്ട്? അപ്പോ 5 10 ഒരു 4. അപ്പൊ എന്താ വരിക? 54. അടുത്തത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. 10 10 10 പിന്നെ ഒരു 4. അപ്പൊ 3 10ഉം ഒരു 4ഉം. അപ്പൊ എന്ത് വരും? 34. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹൗ മെനി മോർ ആപ്പിൾസ് ടു ദേ ഗോട്ട് ഓൾ ദ മാംഗോസ് ആൻഡ് ഓറഞ്ചസ് ബട്ട് നോട്ട് ആപ്പിൾസ്. അപ്പൊ ഇവർക്ക് മാംഗോസും ഓറഞ്ചസും കിട്ടി, പക്ഷെ ആപ്പിൾസ് കിട്ടിയില്ല. ദർ വർ 49 ആപ്പിൾസ് ഇൻ ഓൾ. എല്ലാം കൂടി 49 ആപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഹൗ മെനി ആപ്പിൾസ് ടു ഫൈൻഡ് എന്നാണ് ചോദിക്കുന്നത്. എത്ര ആപ്പിൾ ഇനി കണ്ടുപിടിക്കാനുണ്ട്? 42 ആപ്പിൾസ് കണ്ടുപിടിച്ചില്ലേ? ഇപ്പൊ 49 ഈ 42 മൈനസ് ചെയ്ത് നോക്കൂ. അപ്പൊ എത്ര എണ്ണം വരും? 7. ഇപ്പൊ ഈ ബോക്സിനകത്ത് എന്താ ആൻസർ? 7 വരും കേട്ടോ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ? ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആരാണ്? മാംഗോ 54. സ്മോളസ്റ്റ് നമ്പർ ഏതാ? 34. ഹൗ മെനി മോർ ആപ്പിൾസ് ദാൻ ഓറഞ്ചസ്? ഓറഞ്ചസിനെക്കാളും എത്ര ആപ്പിൾസ് ഉണ്ട്? 42ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 34 മൈനസ് ചെയ്യൂ. ഇപ്പൊ എത്ര വരും? 8. സോറി, 34 6 8 കേട്ടോ. 8 വരും കേട്ടോ. ആൻസർ 8. ഇപ്പൊ ഈ ബോക്സിനകത്ത് 8 എഴുതുക. നമ്പർ നെയിം കൊടുക്കുക കേട്ടോ. റൈറ്റ് ദ നമ്പർ നെയിം. ഇതെന്താ? 30. അപ്പൊ എന്താ വരിക? 30. നമ്പർ നെയിം എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 30 എന്ന് എഴുതുക കേട്ടോ. നമ്പർ നെയിം ആണ് 30. 49 49. ഓക്കെ, നെക്സ്റ്റ് എന്താ? 19 22 22. അടുത്തത് 38. 38. ഇതിൽ എനിക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കൂ കേട്ടോ. ഇനി 4 10s. 4 10s എന്ന് പറഞ്ഞാൽ 40. 4 10s 6 ones പറഞ്ഞാൽ 46 46. 30 ones പറഞ്ഞാൽ എത്ര തന്നെയാണ്? 30. 1 10 1 9 ആണ് അല്ലേ? 1 10ഉം ഒരു 10ഉം ഒരു 9ഉം പറഞ്ഞാൽ 19. 20 and 16 എന്താ വരിക? 20 and 16 പറഞ്ഞാൽ 20 + 16 ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 36 വരും. 2 less than 50. 50ന്ന് 2 മൈനസ് ചെയ്യൂ. 48 48. ഇങ്ങനെയാണ് ആൻസറുകൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചർ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഹൗ ക്യാൻ വി ഗെറ്റ് 16 ഡിഫറെൻറ്റ് വേയ്സ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമുക്ക് 16 ഡിഫറെൻറ്റ് വേയ്സിൽ എഴുതാൻ പറ്റുക എന്നാണ്. അപ്പോൾ നോക്കൂ, ഇത് 60 ബിറ്റ്വീൻ 59 ആൻഡ് 61 60 ആണ്. 59നും 61നും ഇടയ്ക്ക്. 51 + 1 60 ആണ്. ഇനി അടുത്തത് നോക്കൂ, 60 ones 60 ഒന്നുകൾ. അടുത്തത് 6 10s 6 പത്തുകൾ അല്ലേ? ഇനി പിന്നെന്താ എഴുതാം? 55 + 5 60 ആണ്. ഓക്കെ, ഇനി എന്താ എഴുതാം? 10 more than 50 ഇവർ എഴുതിയിട്ടുണ്ട് അല്ലേ? 50നേക്കാൾ 10 കൂടുതൽ എന്ന് എഴുതാം. അപ്പോഴും 60 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 വേണമെങ്കിൽ ഒരു 5 less than 65 എന്ന് കൊടുത്തോളൂ. അത് നമുക്ക് എഴുതാം. 5 less than 65. 65ൽ നിന്ന് 5 കുറവ്. അപ്പോഴും 60 ആണ്.
ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിക്കോളൂ കേട്ടോ. അടുത്തത് ഹൗ ക്യാൻ വി ഗെറ്റ് 100? റൈറ്റ് ദ ഡിഫറെൻറ്റ് വേസ് ടു ഗെറ്റ് 100. 100 നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100 ആണ്. ഇനി 10ൻ്റെ കൂടെ 90 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 100 ആണ്. 99 + 1 100 ആണ്. പിന്നെ 50 + 50 100 ആണ്. 95 + 5 100 ആണ്. പിന്നെന്താ എഴുതാം നമുക്ക്? പിന്നെന്ത് വേണമെങ്കിൽ എഴുതാലോ. 90 + 10 അവർ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. 99 + 1 എഴുതിയിട്ടുണ്ട്. 98 + 2 ചെയ്യൂ, അതും 100 ആണ്. അടുത്തത് ഹൗ മച്ച് ആണ്. ഹരിണി ആൻഡ് ദേവ് കളക്റ്റഡ് മണി. ബോത്ത് ഓഫ് ദം കൗണ്ടഡ് ദെയർ കോയിൻസ് ആൻഡ് നോട്ട്സ്. ഹരിണിയും ദേവും മണി കളക്ട് ചെയ്തു. അവർക്ക് കിട്ടിയ കോയിൻസും നോട്ട്സും അവർ കൗണ്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. നിങ്ങളുടെ കയ്യിലും കോയിൻസും പൈസയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കൊന്ന് എണ്ണാട്ടോ. ഒരു 5 രൂപ, ഒരു 10 രൂപയുടെ കോയിൻ, ഒരു 10 രൂപയുടെ നോട്ട്, ഒരു 1 രൂപ, ഒരു 2 രൂപ, ഒരു 5 രൂപ. 5 രൂപയുടെ കോയിനും നോട്ടും അല്ലേ. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 5 + 2 7, 7 + 1 8, 8 + 5 എത്ര വരും? 13, 13. അതിലൊന്ന് ഇവിടെ ക്യാരി ഓവർ ശിഷ്ടം. 1 + 1 2 + 1 3, 33 rupees. കണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്തോളൂ. ഇവിടെ 2 5 rupees കോയിൻ ഉണ്ട്, 5 5. 2 1 rupee ഉണ്ട്, 1 1. ഒരു 50 rupeesന്റെ നോട്ട്, അപ്പോൾ 50. കണ്ടോ? 5 + 5 10, 10 + 1 11, 11 + 1 12. ഒന്ന് ക്യാരി ഓവർ. 5 + 1 6, 62. നോക്കൂ, 62. ഹൂ കളക്റ്റഡ് മോർ മണി? ആർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ? ദേവിനാണ് അല്ലേ. 62 ദേവ്. ദേവെന്ന് എഴുതിയാലും മതി കേട്ടോ. ലെറ്റ്സ് ആഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്. കൂട്ടിയിട്ട് കണ്ടുപിടിക്കുക. റൈറ്റ് ദ സംസ് ഇൻ ദ സെൽസ്. കൂട്ടിയതിന് ശേഷം സമ്മ് നമ്മൾ എവിടെ എഴുതണം? ഇതിനുള്ളിൽ എഴുതണം. അപ്പോൾ 38ഉം 8ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 46 കിട്ടി ആഡ് ചെയ്തപ്പോൾ. ഇനി 38ഉം ഈ 22ഉം കൂടി ആഡ് ചെയ്യൂ നിങ്ങൾ. 38 22. എന്ത് കിട്ടും ആൻസർ? 8 + 2 10, ക്യാരി ഓവർ 1, 3 + 2 5, ക്യാരി ഓവർ ആഡ് ചെയ്യുമ്പോൾ 60 60. ഇനി 38ഉം 12ഉം ആഡ് ചെയ്യൂ നിങ്ങൾ. 38ഉം 12ഉം, 8ഉം 2ഉം 10, ക്യാരി ഓവർ 1, 3 + 1 4 5 വരും, 50. നെക്സ്റ്റ് എന്ത് വരും? 38ഉം 18ഉം, 38 + 18, 8 + 8 16, 3 + 1 4 + 1 5, 56. അടുത്തത് നോക്കൂ. ഒന്നും തന്നിട്ടില്ല, എല്ലാം നമ്മൾ ചെയ്യണം. ആദ്യം 75ഉം 18ഉം നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്കൂളിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു തന്നിരിക്കുന്ന ടീച്ചേഴ്സ് അതുപോലെ ചെയ്യൂ കേട്ടോ. ഞാനിത് വേഗം ചെയ്യുന്നതാണ്. അപ്പോൾ 8ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 13 കിട്ടും. 1 ക്യാരി ഓവറിൽ കയറ്റുക. 7 1 8 + 1 9 വരും കേട്ടോ. 93 ആണ് ഇവിടെ വരിക. ഇനി 75ഉം 25ഉം ആഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. 75 25 ചെയ്യുമ്പോൾ 5 5 10, 7 + 2 9, 10 100. ഇനി 75 15ഉം ആണ്. 5 5 10 ആണ്. 7 + 1 8, 90 വരും ഇവിടെ. ഇനി 75ഉം 23ഉം ആണ്. 98. അടുത്തത് there are some sparrows sat in a tree. കുറച്ച് കുരുവികൾ ഇരിക്കുന്നുണ്ട്. സ്പാരോസ് മരത്തിൽ. 35 സ്പാരോസിനോൾ മൊത്തം 35 ആണ്. അതിൽ 3 എണ്ണം ബ്രാഞ്ചസിൽ ഇരിക്കുന്നുണ്ട്. 15 സ്പാരോസ് ഓൺ ദ ഫസ്റ്റ് ബ്രാഞ്ച്. ആദ്യത്തെ ബ്രാഞ്ചിൽ 15 എണ്ണം, 6 എണ്ണം അടുത്ത ബ്രാഞ്ചിൽ. ഹൗ മെനി സ്പാരോസ് ആർ ദർ ഓൺ ദ തേർഡ് ബ്രാഞ്ച്? അപ്പോൾ 3 ബ്രാഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ ബ്രാഞ്ചത്തെ നമ്മൾ കാണണം. അപ്പോൾ ആദ്യത്തെ രണ്ടും കൂടി കൂട്ടുക. 5 + 6 എത്രയാണ്? 11. മൊത്തം 21 വരും. ഈ 35ന്ന് 21 മൈനസ് ചെയ്യുക. 5 1 പോയ 4, 3ന്ന് 2 പോയ 1, 14 വരും. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിൽ നമുക്ക് 14 വരും ആൻസർ.
സെക്കൻഡ് ബ്രാഞ്ചിൽ എത്ര വരും? 15 6 മൈനസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ബ്രാഞ്ചിൽ ഉണ്ടായിരിക്കുക. 15 6 മൈനസ് ചെയ്ത് എത്ര വരിക? 9. ഓൺ ദീസ് 2 ബ്രാഞ്ചസ് ടുഗെദർ, രണ്ടും കൂടി ആവുമ്പോഴോ ഫസ്റ്റും സെക്കൻഡും കൂടി ആണെങ്കിൽ എത്ര വരിക? 14ഉം 9ഉം കൂടി ആഡ് ചെയ്യണം. 14 + 9 ചെയ്യുമ്പോൾ എന്താ വരിക? 23. On all branches together 35 ആണ്. How many on the third branch? 35 21 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അല്ല 35 ആണ് ടോട്ടൽ വരിക. 35 23 മൈനസ് ചെയ്താൽ തേർഡ് ബ്രാഞ്ച് കിട്ടും. 12 വരും ട്ടോ. ഇനി നമ്പർ ഓഫ് ജാമുൻസ് ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ജാമുൻസ് ഈച്ച് കളക്റ്റഡ് ദ തേർഡ് ടൈം ആണ്. അപ്പോൾ നമുക്കിത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ടോട്ടൽ 89 ആണ്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ 89ൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ 22ഉം 27ഉം ആഡ് ചെയ്യുക. നമ്മൾ 49 വരും. എന്നിട്ട് 89ൽ നിന്ന് 49 കുറയ്ക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ 40 ആൻസർ വരും തേർഡ്. അടുത്തതും അതുപോലെ തന്നെ 24ഉം 29ഉം ആദ്യം ആഡ് ചെയ്യുക, നമ്മൾ കൂട്ടുക. 9 4 13, 2 2 4 5 വരും. 72 53 മൈനസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുക കേട്ടോ. 72 മൈനസ് 53, 12 3 പോയാൽ 9, 6 5 പോയാൽ 1 വരുവേ. അടുത്തത് വരുന്നത് 23ഉം 28ഉം കൂടി ആദ്യം ആഡ് ചെയ്യുക. 8 9 10 11, 2 2 4 5 51. ഇനി 90ൽ നിന്ന് നമ്മൾ ഈ 51 മൈനസ് ചെയ്യുക. 10ൽ നിന്ന് 1 പോയാൽ 9 വരും. 8ൽ നിന്ന് 5 പോയാൽ 3 വരും കേട്ടോ. 39 വരും. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത് മാക്സിമം അതുപോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. 3 × 2 എന്ന് പറയുമ്പോൾ 2 നമ്മൾ 3 ടൈംസ് എഴുതിയിട്ടുണ്ട്. 4 × 2 എന്ന് പറയുമ്പോൾ നമ്മൾ 2 തന്നെ 4 പ്രാവശ്യം എഴുതണം. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക? 4 × 2 എഴുതുക. അപ്പം നമുക്ക് ആൻസർ 8 വരും. 6 × 2 എന്ന് പറയുമ്പോൾ 6 പ്രാവശ്യം 2നെ എഴുതുക. 6 × 2 ചെയ്യുക. 12 വരും. 2 × 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം എഴുതിയാൽ മതി. 2 × 2 4 വരും. അടുത്തത് 8 × 2 എങ്ങനെയാണ്? നമ്മൾ 8 × 2 എഴുതി. 7 × 2 എന്ന് പറയുമ്പോൾ 7 ടൈംസ് എഴുതേണ്ടി വരും കേട്ടോ. നമ്മൾ 7 ടൈംസ് എഴുതുക. 2 + 2 + എന്നിട്ട് നമ്മൾ 7 × 2 എന്ന് ഇവിടെ കൊടുക്കുക. ആൻസർ 14 വരും. ഇനി 9 × 2 എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ 1 2 2നെ ഒരു 9 പ്രാവശ്യം എഴുതുക. 3 4 5 6 7 8 9. എന്നിട്ട് ഇവിടെ 9 × 2 എന്ന് എഴുതുക. 18 ആൻസർ വരും. 5 അത് 5 × 2 ആണ് നമുക്ക്. അപ്പോൾ 2 5 ടൈംസ് എഴുതുക. വരും. 10 × 2 പറയുമ്പോൾ 2 10 ടൈംസ്. 3 4 5 6 7 8 9 10 പ്രാവശ്യം 2 എഴുതുക കേട്ടോ. എന്നിട്ട് ഇവിടെ 10 × 2 എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. 10 × 2 20 എന്ന് ആൻസർ വരും. ഓക്കെ. അടുത്തത് ടോക്കൺ ഗെയിം ആണ്. There are tokens marked 2, 5 and 10 points. Each get 10 tokens. ഓരോരുത്തർക്കും 10 ടോക്കൺ വീതം കിട്ടി. 2 5 10 എന്നുള്ള ടോക്കണുകളാണ് ഉള്ളത്. വിന്നർ ഈസ് ദ വൺ വിത്ത് മോസ്റ്റ് പോയിന്റ്സ്. അപ്പോൾ ജയിച്ചവർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരിക്കും. സീ ദ നമ്പർ ഓഫ് ടോക്കൺസ് സം ചിൽഡ്രൻ ഗോട്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് കിട്ടിയ ടോക്കൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പോയിന്റ്സ് ഈച്ച് ഗോട്ട്.
ഓരോരുത്തരും കിട്ടിയ ടോട്ടൽ നമ്മൾ ചെയ്യണം. അപ്പോൾ കനിക്ക് ആദ്യം 2ന്റെ 4 എണ്ണം, 5ന്റെ 4 എണ്ണം, 10ന്റെ 2 എണ്ണം കിട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്തത്? കനിയുടെ 4ന്റെ 2 എണ്ണത്തിന്റെ 4 4 into 2 4 into 5 2 into 10 ചെയ്തു. അതേപോലെ ഇവിടെ നോക്കൂ 8 into 2 1 into 5 അടുത്തത് 1 into 10. അപ്പോൾ 8 into 2 എത്രയാണ്? നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം കേട്ടോ, 2ന്റെയും 5ന്റെയും ഒക്കെ, എങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. അതായത് 16 5 10 30 31. അടുത്തത് നോക്കൂ 4 into 2 5 into 2 4 into 10. 2 into 4 8 ആണ്, നെക്സ്റ്റ് 10 ആണ്, 40 ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 58 കിട്ടും. അടുത്തത് നോക്കൂ 1 into 2 3 into 5 6 into 10. ആ നമ്പറുകൾ എടുത്ത് എഴുതുക. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തത് ഇപ്പുറത്ത് 2 into 1 2 3 into 5 15 6 into 10 60 വരും. അപ്പോൾ 60 plus 15 എന്തെന്ന് വരും? 2 15 60 ആഡ് ചെയ്യുക 77 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് ഹൂ ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്സ്, ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയെന്നാണ്. നിങ്ങൾ നോക്കൂ നിളയ്ക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിളാന്ന് എഴുതണം. നിള. ഹൂ ഗോട്ട് ദ ലീസ്റ്റ് പോയിന്റ്സ്, ഏറ്റവും കുറവ് ആർക്കാണ്? തനു അല്ലേ. വാട്ട് ഇസ് ദ മാക്സിമം പോയിന്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ ദിസ് ഗെയിം? മാക്സിമം ഒരാൾക്ക് എത്ര പോയിന്റ് ഈ ഗെയിമിൽ കിട്ടുമായിരുന്നു? ഹൺഡ്രഡ് അല്ലേ. Let's find the height ആണ്. Write 1 below the longest, 2 below the second longest, 3 below the next longest and so on. അപ്പം നമ്മൾ ഏറ്റവും വലുതിൻ്റെ ചോട്ടിൽ 1 എന്ന് എഴുതണം. അതിനേക്കാൾ കുറച്ച് വലുതിൻ്റെ ചോട്ടിൽ 2 എന്ന് എഴുതുക. പിന്നെ കുറച്ച് വലുത് 3, then ഇത് 4, ഇത് 5 കേട്ടോ, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി നോക്കൂ ഇതിൽ ആർക്കൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് പെന്നാണ് അല്ലെ. പെന്നിന് 1 കൊടുക്കുക. നെക്സ്റ്റ് പെൻസിൽ 3 ആണ്, അപ്പൊ ഇവിടെ 3 എന്ന് കൊടുക്കുക. സ്പൂണ് 2 ആണ്, അപ്പൊ 2 എന്ന് കൊടുക്കുക. ബോക്സിൽ ഇറേസർ 5 ആണ്, നീഡിൽ എത്രയാ? 4. എല്ലാം കൊടുത്തതിന് ശേഷം ഇതിൽ കണ്ടോ ഓരോ സ്ക്വയർ ആയിട്ടാണ് അല്ലേ. ഇതിൽ എത്ര സ്ക്വയർ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ആദ്യം പെൻസിൽ അല്ലേ, പെൻസിൽ എത്ര സ്ക്വയറാ? 1 2 3 4. എത്ര കള്ളികളാണെന്നാണ് കേട്ടോ? 4. സ്പൂൺ എത്ര കള്ളിയിലാണ്? 1 2 3 4 5. 5 സ്ക്വയറുകളിനുള്ളിലാണ്. അടുത്തത് ഇറേസറോ? ഇറേസർ 2. പെന്ന് എത്ര എണ്ണത്തിൻ്റെ ഉള്ളിലാ? 1 2 3 4 5 6 7. എത്ര പെട്ടികളുടെ ഉള്ളിലാണെന്നാണ് ചോദ്യം? 7. നീഡിലാണെങ്കിലോ 1 2 3 3 സ്ക്വയറിന്റെ ഉള്ളിലാണ് കേട്ടോ. അടുത്തത് ടൈം ആൻഡ് കാലണ്ടർ ആണ്. നമുക്ക് ആദ്യത്തേതിൽ 2 മണിയാണ് കൊടുത്തിരിക്കുന്നത്, 2 o'clock. അടുത്തതിൽ 5 ആണ്, 5 o'clock. അടുത്തതിൽ 6 ആണ്, 6 o'clock. നെക്സ്റ്റിൽ 8 ആണ്, 8 o'clock. അടുത്തത് നെക്സ്റ്റ് ഓൺ വിച്ച് ഡേ ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ്? ക്രിസ്മസ് ഏത് ദിവസമാണ്? 25th ആണ്, 25-ാം തീയതി തേഴ്സ്ഡേ ആണ്. ഈ കലണ്ടർ ബേസിൽ കേട്ടോ. 25 വ്യാഴം എന്ന് എഴുതുക. ഹൗ മെനി സൺഡേ? ഈ ഒരു കാലണ്ടറിൽ എത്ര ഞായറാഴ്ച ഉണ്ട്? 1 2 3 4 4. റൈറ്റ് ദ മന്ത് ആൻഡ് ഇയർ. ഡിസംബർ 2025 എന്ന് എഴുതുക കേട്ടോ. നിങ്ങൾ ഡിസംബർ 2025 എന്ന് എഴുതുക. റൈറ്റ് ദ മന്ത് ആൻഡ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. 2025 ഡിസംബർ എന്ന് എഴുതുക. അടുത്തത് നമ്പർ പാറ്റേൺ ആണ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺസ്. 10 18 26 34 കഴിഞ്ഞാൽ എത്ര വരും? 8 കൂട്ടിയാണ് എഴുതേണ്ടത് കേട്ടോ. എത്ര വരും? 34 42 വരും കേട്ടോ. 34 + 8 ചെയ്യുമ്പോൾ 42. അടുത്തത് 31 40 49. ഇവിടെ 9 ആഡ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ 49 + 9 എന്താ വരിക? 58 വരും. അടുത്തത് 88 82 അങ്ങനെ വരുന്നത് 6 മൈനസ് ചെയ്താണ് വരിക കേട്ടോ.
70ന്ന് 6 പോയാൽ 64 വരും. 56 60 64 ആണ്. ഇവിടെ 4 കൂട്ടിക്കൊണ്ട് പോവുക. 64ന്റെ കൂടെ 4 കൂട്ടിയാൽ 68 വരും. ആഡ് ചെയ്യുക. ഇനി 95 89 ഇങ്ങനെയാണ് പോണത്. ഇവിടെ മൈനസ് ആണ് വരുന്നത്. എത്രയാണ്? 6 മൈനസ് ആവാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 77 6 പോയാൽ 71 വരും. അടുത്തത് കൗണ്ട് ദി ടോയ്സ് ആണ്. ഓരോന്നും നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതണം എത്ര എണ്ണം എന്നുള്ളത് കേട്ടോ. ആദ്യം ടോയ്, മങ്കി ടോയ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 7 എണ്ണം. അടുത്തത് ഈ ബിയറിന്റെ നോക്കൂ എത്ര എണ്ണമാണെന്ന്. 1 2 3 4 5 6 7 8 8 ആണ്. അടുത്തത് മുയൽ നോക്കൂ. റാബിറ്റ് എത്ര എണ്ണമാണ്. 1 2 3 4 5 5 എണ്ണമാണ്. അടുത്ത ക്യാറ്റ് 1 2 3 4 5 6 6 ക്യാറ്റ്. അടുത്തത് ഹെന്ന് അല്ലെങ്കിൽ റൂസ്റ്റർ ആണിത് കേട്ടോ. ഇത് പൂവൻ കോഴിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴി എത്ര എണ്ണ. 1 2. വിച്ച് ടോയ് ഈസ് ദ മോസ്റ്റ് നമ്പർ? ഏറ്റവും കൂടുതൽ ഏത് ടോയ് ആണ്? ഈ 8 കിട്ടിയ ബിയറിന്റെ ആണ് കേട്ടോ. 8. വിച്ച് വൺ ഇസ് ദ ലീസ്റ്റ്? ഏറ്റവും കുറച്ച് ഏതാ? റൂസ്റ്റർ കോഴിയാണ്. എത്ര എണ്ണാണ്? 2. അപ്പം അത് എഴുതുക കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം ചെയ്തിട്ട് കണ്ട് പഠിച്ച് ചെയ്ത് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ അറിയില്ലെങ്കിൽ ഒന്ന് നന്നായി റിവൈസ് ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.